ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാർമക്കോളജിയിലെ ആക്ഷൻസ് ഓഫ് മോർഫിൻ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ മെയിൻലി മോർഫിൻ ആക്ഷൻസ് നടക്കുന്നത് CNSലും CVSലും അതുപോലെ GITയിലും ആയിട്ടാണ് കാണുന്നത്. ആദ്യം നമ്മൾ CNSലുള്ള അതിൻ്റെ ആക്ഷൻസാണ് പറയാൻ പോകുന്നത്. അപ്പോൾ മെയിൻലി മോർഫിനിൽ 2 ആക്ഷൻസ് ഉണ്ട് CVSൽ. ഒന്ന് ഡിപ്രഷൻ ആക്ഷനും ഉണ്ട്, അതുപോലെ സ്റ്റിമുലേഷൻ ആക്ഷൻസും ഉണ്ട്. ഡിപ്രഷൻ ആക്ഷൻസിൽ ഫസ്റ്റ് പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനൽജസിയ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പെയിന് കുറയ്ക്കുക എന്ന് വെച്ചാൽ പെയിന് നമുക്ക് വേദനകൾ വരുമല്ലോ, അപ്പോൾ ആ വേദന കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യം പറഞ്ഞ അനൽജസിയയിൽ പെടുന്നത്. അവിടെ എങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ മ്യൂ റിസപ്റ്റേഴ്സുമായിട്ട് ഇവരെന്ത് ചെയ്യും, ബൈൻഡ് ചെയ്യും. അങ്ങനെ മ്യൂ റിസപ്റ്റേഴ്സ് എവിടെ കാണുന്ന നമ്മളെ ബ്രെയിനിലും സ്പൈനൽ കോഡിൽ കാണുന്ന മ്യൂ റിസപ്റ്റേഴ്സുമായിട്ട് ഇവർ ബൈൻഡ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പെയിനൊക്കെ റെഡ്യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സെഡേഷനാണ് പറയുന്നത്. സെഡേഷൻ എന്ന് പറഞ്ഞാൽ മയക്കം. അപ്പോൾ സെഡേഷൻ അവർ പ്രൊഡ്യൂസ് ചെയ്യും, സെഡേഷൻ ഉണ്ടാക്കും. അപ്പോൾ കൂടുതലായിട്ട് ഡോസ് കൂടുകയാണെങ്കിൽ ആദ്യം ഉറക്കത്തിനും കാരണമാവും, ലേറ്റർ സ്റ്റേജസിൽ കോമ സ്റ്റേറ്റിലേക്ക് മാറാനും ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നത്തെ അടുത്ത ഡിപ്രഷൻ ആക്ഷൻസ് പറയുന്നത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലാണ്. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്പിറേറ്ററി സെൻറ്ററുകളെ ഡിപ്രസ് ചെയ്യിപ്പിക്കും എന്നാണ് പറയുന്നത്. മെയിനായിട്ട് കഫ് ഒന്നും വരില്ല, കാരണം മെഡുല്ലേൻ്റെ അവിടെ വന്നിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് കഫൊക്കെ എന്ത് ചെയ്യും, കുറയ്ക്കും എന്നാണ് പറയുന്നത്. പിന്നെ അവിടെ ഉണ്ടാകുന്ന പോയ്സൺസ് ലേറ്റർ സ്റ്റേജുകളിൽ ഡെത്തിന് വരെ കാരണമാകും എന്നാണ് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് മൂഡ് ആൻഡ് സബ്ജക്റ്റീവ് ആയുള്ള എഫക്ട്സ് എന്ന് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, അല്ല നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇന്നബിലിറ്റി ടു കോൺസെൻട്രേറ്റ്, മെൻ്റൽ ക്ലൗഡിങ്, ലാക്ക് ഓഫ് ഇനീസിയേഷൻ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ തോന്നായിക, അതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതാവുക, മെൻ്റൽ ക്ലൗഡിങ്, ഇതൊക്കെയാണ് മൂഡ് ആൻഡ് സബ്ജക്റ്റീവ് എഫക്ട്സിൽ പെടുന്നത്. അടുത്തെന്ന് പറയുന്നത് ടെമ്പറേച്ചർ റെഗുലേഷനാണ്. അതിൽ മോർഫിൻ ലീഡ് ടു ഡിപ്രഷൻ ഓഫ് കഫ് റെഗുലേറ്റിംഗ് സെൻറ്റർ. അപ്പോൾ അതാണ് മോർഫിൻ എന്ത് ചെയ്യുന്നത്, ഡിപ്രസ് ചെയ്യിപ്പിക്കും, കഫ് റെഗുലേറ്റ് ചെയ്യുന്ന സെൻറ്ററിനെ ഡിപ്രസ് ചെയ്യിപ്പിക്കും എന്നാണ് പറയുന്നത്. പിന്നെ വാസോമോട്ടർ സെൻറ്ററിലാണെന്നുണ്ടെങ്കിൽ അവിടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മോർഫിൻ എന്ന് പറയുന്നത് ഒരു ഒപ്പോയിഡാണ്. അപ്പോൾ അതിൻ്റെ ആക്ഷൻസാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ഡിപ്രഷൻ ആക്ഷൻസും പറയണം, സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആക്ഷനുകളും പറയണം. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഡിപ്രസ് ചെയ്യുന്ന ആക്ഷനുകളാണ്. എന്തൊക്കെയാണ്, നമ്മളവർ വേദന കുറയ്ക്കുമെന്ന് പറഞ്ഞു, പിന്നെ പറയുന്നത് സെഡേഷനാണ് പറഞ്ഞു, പിന്നെ നമ്മൾ റെസ്പിറേറ്ററി സെൻറ്ററുകളിൽ ആക്ട് ചെയ്യും, ചുമയൊക്കെ ഇല്ലാണ്ടാക്കുന്നൊക്കെ പറഞ്ഞു. പിന്നെ പറയുന്നത് മൂഡിലുള്ള ചേഞ്ചസ് പറഞ്ഞാൽ ഒന്ന് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റായിക, അതുപോലെ തന്നെ വേറെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കോൺസെൻട്രേഷനും പറഞ്ഞു, മെൻ്റൽ ക്ലൗഡിങ്, പിന്നെ നമ്മൾ പറഞ്ഞ ബ്ലഡ് പ്രഷർ കുറയുന്നു, വാസോമോട്ടർ സെൻറ്ററുകളാണ് ബ്ലഡ് പ്രഷർ കുറയുന്നു എന്നൊക്കെ കേസ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന സ്റ്റിമുലേറ്റിംഗ് ആക്ഷൻസ് ആണ്. അപ്പോൾ സ്റ്റിമുലേറ്റിംഗ് ആക്ഷൻസിൽ പെടുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് നോസിയ ആൻഡ് വോമിറ്റിംഗ് ഉണ്ടായിരിക്കും. പിന്നെ പറയുന്നത് നമ്മുടെ പ്യൂപ്പിളിൻ്റെ കൺസ്ട്രക്ഷനാണ് ഉണ്ടായിരിക്കുക. പിന്നെ പറയുന്നത് ബ്രാഡികാർഡിയ. അപ്പോൾ 3 കാര്യങ്ങളാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്, നോസിയ വോമിറ്റിംഗ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രാഡികാർഡിയ, പിന്നെ പറയുന്നത് പ്യൂപ്പിളിൻ്റെ കൺസ്ട്രക്ഷനുമാണ് 3 സ്റ്റിമുലേറ്റിംഗ് ആക്ഷൻസ് പറയുന്നത്. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് CVSലുള്ള ആക്ഷൻസാണ്. CVSൽ 3 തരത്തിലുള്ള ആക്ഷനുകളാണ് ഉണ്ടാകുന്നത്. ഒന്ന് പറയണത് V തന്നെ പറയുമ്പോൾ CV. ഇപ്പോൾ V എന്ന് പറഞ്ഞാൽ വാസോമോട്ടർ സെൻറ്ററുകളെ ഡിപ്രസ് ചെയ്യിപ്പിക്കുക, ബ്ലഡ് വെസലുകളെ ഡയറക്റ്റായിട്ട് ആക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഹിസ്റ്റാമിന റിലീസ്, അതൊക്കെയാണ് 3 ആക്ഷൻസ് വരുന്നത്. പിന്നെ പറയണത് എന്താണ്, നമ്മുടെ CNSൽ GITയിൽ എന്തൊക്കെ കാണുന്നത്, GITയിലാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ചെയ്യും, മസിൽ ടോൺ ഇൻക്രീസ് ചെയ്തുകൊണ്ടും, അതുപോലെ തന്നെ ഇൻറ്റസ്റ്റൈനൽ മൂവ്മെൻറ്റ്സ് ഡിക്രീസ് ചെയ്തതുകൊണ്ടും, അതുപോലെ തന്നെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സെക്രീഷൻ ഡിക്രീസ് ചെയ്തതുകൊണ്ടുമാണ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, മോർഫിൻ എന്ന് പറയുന്നത് ഒരു ഒപ്പോയിഡാണ്. അപ്പോൾ അതിൻ്റെ നമ്മുടെ യൂസസ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നാണെങ്കിൽ ഡിപ്രഷൻ ആക്ഷൻസും വരുന്നുണ്ട്, സ്റ്റിമുലേഷൻ ആക്ഷൻസും ഉണ്ടായിരുന്നു. ഡിപ്രസ് ചെയ്യിപ്പിക്കുന്നത് എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ അനൽജസിയ പെയിൻ്റെ കേസ് പറഞ്ഞു, രണ്ടാമത് നമ്മുടെ സെഡേഷൻ്റെ കേസ് പറഞ്ഞു, സെഡേഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ കേസ് പറഞ്ഞു, റെസ്പിറേറ്ററി പിന്നെ മൂഡിൻ്റെ കേസ് പറഞ്ഞു, വാസോമോട്ടർ സെൻറ്ററുകളുടെ കേസും പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞതായിരിക്കും നമ്മുടെ CNSൻ്റെ കേസാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ CNSൻ്റെ കേസ് എന്താ പറഞ്ഞിട്ടുള്ളത്, CVSൻ്റെ കേസാണ് വാസോമോട്ടർ സെൻറ്ററുകളെ ഡിപ്രസ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു. പിന്നെ നമ്മളെന്താ പറഞ്ഞിട്ടുള്ളത്, വാസോമോട്ടർ സെൻറ്ററുകളെ ഡിപ്രസ് ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ ബ്ലഡ് വെസലിൻ്റെ മുകളിൽ ഡയറക്റ്റായിട്ട് ആക്ട് ചെയ്യും, ഹിസ്റ്റാമിൻ റിലീസാണ് പറഞ്ഞിട്ടുള്ളത്. GITയിലാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഒക്കർ ചെയ്യുന്നത് ഒന്ന് നമ്മുടെ
എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മസിൽ ടോൺ ഇൻക്രീസ് ചെയ്തതുകൊണ്ടും അതുപോലെ തന്നെ ഇൻറ്റസ്റ്റൈൻ്റെ മൂവ്മെൻറ്റ്സ് കുറഞ്ഞതുകൊണ്ടുമാണ്. അതുപോലെ തന്നെ ഇൻറ്റസ്റ്റൈൻ്റെ ഗ്യാസ്ട്രോഇൻറ്റസ്റ്റൈനൽ സെക്രീഷൻ കുറഞ്ഞതും കൊണ്ടാണ് GIT-യിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ മോർഫിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങളിങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ മറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.